കേളകം ടൗണിൽ കുടിവെള്ള വിതരണം മുടങ്ങി 5 ദിവസം പിന്നിട്ടിട്ടും ശാശ്വത പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുടിവെള്ള വിതരണം നിലച്ചതോടെ കേളകം ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും പൊതുജനങ്ങളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ കേളകം ബസ് സ്റ്റാൻഡിലെ പബ്ലിക് ടോയ്ലറ്റ് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ ടൗണിലെത്തുന്ന യാത്രക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. കേളകത്ത് കുടിവെള്ള പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിലവിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. സ്വന്തമായി കിണറുള്ള ചില ഹോട്ടലുകളെ ആശ്രയിച്ചാണ് നിലവിൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം. ജനങ്ങളുടെയും വ്യാപാരികളുടെയും ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MS തങ്കച്ചൻ ആവശ്യപ്പെട്ടു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൗണാണ് കേളകം ടൗൺ. കഴിഞ്ഞ 5 ദിവസമായിട്ട് കേരളത്തിൽ വാട്ടർ സപ്ലൈ ഇല്ല. ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. കേരളത്ത് സ്റ്റാൻഡുള്ള ശുചിമുറി അടക്കം കൂട്ടിയിട്ട് പോയാണ്ട് 4-5 ദിവസമായി. വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ശുചിമുറിയിൽ പോകാൻ സൗകര്യങ്ങളില്ല, കാരണം വെള്ളം കിട്ടുന്നില്ല. ഒട്ടുമുക്കാലും സ്ഥാപനങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ വെള്ളമില്ലാത്തതുകൊണ്ട് പലരും ഇന്ന് ഹോട്ടലുകളെയാണ് സമീപിക്കുന്നത്. ചുരുക്കം ചില ഹോട്ടലുകൾ കിണറുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാര്യം സാധിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. കൂൾ ബാറുകാരും മറ്റും അവർ വീടുകളിൽ നിന്ന് ക്യാനിന്റെ അകത്തും മറ്റും വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള വിതരണം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.